ഹലോ, ഗുഡ് മോർണിംഗ്. വാട്സ്ആപ്പ്, ഹൗ ആർ യു? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വേറെ സെക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഗോൾഡിലൊക്കെ ക്ലിയർലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബൈയിങ് മോഡൽസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇന്നലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഓവറോൾ 4 hour അപ് ട്രെൻഡിലാണ്, അപ്സൈഡ് ഡയറക്ഷൻ ആണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൗണ്ടർ എൻട്രി ആണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ട്രെൻഡ് ഡൗൺ ആയിരുന്നു അല്ലെ, ഇവിടുന്ന് 15 മിനിറ്റ് ഡൗൺ ആയിരുന്നു. പക്ഷെ 4 hourന്റെ പുൾ ബാക്ക് ഏകദേശം എന്ത് ചെയ്തു, കഴിഞ്ഞു അല്ലെ. കാരണം 4 hourൽ ഇതാണ് ഒരു റേഞ്ച്, അതിന്റെ പുൾ ബാക്ക് തന്നു, ഇനി എക്സ്പാൻഷനിലോട്ടാണ്. അപ്പൊ ആ ഒരു എക്സ്പാൻഷൻ മൂവ്മെന്റ് നമുക്ക് എന്തായാലും എടുക്കാന്നുള്ള ലെവലിൽ പറഞ്ഞു. അതുകൊണ്ട് സാധാരണ ഞാൻ ലൈവില് കൗണ്ടർ എൻട്രീസ് വല്ലാണ്ട് പറയാറില്ല, പക്ഷെ ഈ ഒരു കൗണ്ടർ എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള എൻട്രി ആയിരുന്നു. ഞാൻ എന്തായാലും മാർക്കറ്റ് 4 hour ബേസ് ചെയ്ത് നോക്കുമ്പോൾ പുൾ ബാക്ക് ഇവിടെ എൻഡ് ചെയ്ത് എക്സ്പാൻഷനിലോട്ട് പോവാണ്. എന്തായാലും ട്രെൻഡ് തിരിയും എന്നുള്ളത് ഉറപ്പായിരുന്നു അല്ലെ. അപ്പൊ ഇത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സിംഗിൾ ട്രേഡും ഇപ്പൊ പേഴ്സണലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി ഒരുപാട് മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ടീമായിട്ട് എടുത്തൊരു ട്രേഡാണ്. മോർണിംഗിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഒരു ഏരിയ പ്രഡിക്ട് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാൻ എൻട്രി കയറാൻ. ഓൾറെഡി ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്ലിയർ ചെയ്തു, നല്ലൊരു ടോപ്പ് ഏരിയ ആണ്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ ഉള്ള ഏരിയാസ്, ഇത് ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ മേലെ റെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ മേലെ ഇവിടെ വരെയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാർഗറ്റിലോട്ട് നോക്കിയാൽ മതി. കാരണം ചിലപ്പോൾ ഇവിടുന്ന് ഒരു റിയാക്ഷൻ തന്നിട്ട് സെല്ല് ഇറങ്ങാൻ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർലി മാർക്കറ്റ് വന്നു, ആ ഒരു ഏരിയ ടാപ്പ് ഇൻ ചെയ്ത് കറക്റ്റ് പോയി. എത്ര അവിടേക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ്, 1:15, 1:16, പല റേഞ്ചിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു എൻട്രി കയറി, ദെൻ ലോവർ ടൈം ഫ്രെയിമിൽ അതിന്റെ സെയിം ട്രേഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റിൽ എന്ത് ചെയ്തു, ട്രേഡ് കയറി. അത്യാവശ്യത്തിന് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ അറൌണ്ട് 1:12 ആണ് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പിക്ക് ചെയ്തിട്ടുള്ളത്. അറൌണ്ട് ബോത്ത് ടു അക്കൗണ്ട്സുകളിൽ നിന്നായിട്ട് അറൌണ്ട് ഒരു $2,000, ഒരു $2,000 അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഇന്നലത്തെ സിംഗിൾ ട്രേഡും ഈ ഒരൊറ്റ ട്രേഡും എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ട്രേഡ്സ് ആണ്, നമ്മൾ അത്ര കോൺഫിഡന്റ് ആയിട്ട് ഹോൾഡ് ചെയ്തെടുത്താണ്. അത്യാവശ്യത്തിന് റിവാർഡ് കയറിയ ടൈമിൽ ഒരു 1:3 എന്ത് ചെയ്തു, SL എടുത്താണ്ട് ട്രെയിൽ ചെയ്തു. പിന്നെ റിസ്ക് ഫ്രീ ആക്കിയിട്ട് എന്ത് ചെയ്ത് കൊടുത്താണ്, വിട്ടുകൊടുത്താണ്. ആ ഒറ്റ ട്രേഡുമേ ഫണ്ട് അക്കൗണ്ട് സെക്കൻഡ് ഫേസ് പാസ്സായി, ലൂസിലുള്ള അക്കൗണ്ട്സുകളൊക്കെ റിക്കവറിലോട്ട് വന്നു, അറൌണ്ട് ഒരു $2,000 പ്രോഫിറ്റിലും വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു 1 yearൽ $10,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഫോറക്സിനെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ കാര്യമല്ല. ഇന്നലെ സിംഗിൾ ഡയലാണ് 2000 വന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡേയ്സ് ഒരു 3 days വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു 5 days വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായി, ഈ 10,000 സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ വിത്തിൻ 3 months, ഒരു ഫസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ തന്നെ, ഈ ഒരു ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി നല്ലൊരു എമൗണ്ട്, ആ ഒരു $10,000 ഉള്ളിലേക്ക് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു 10,000 ക്ലബിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടെ വർക്ക് ചെയ്യുക, ഒരു ആസ് എ ടീം, ആ ഒരു സെയിം വിഷനിൽ എന്ത് ചെയ്യുക, പോവാന്നുള്ളതാണ്. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ട്രേഡിംഗിൽ നിങ്ങൾ സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് എടുത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ കമന്റിൽ താഴെ എന്തായാലും എന്ത് ചെയ്യുക, എന്തെങ്കിലും ജസ്റ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടിയെന്നോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എത്ര പേര് ഇത് എടുക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി എടുക്കാത്ത ആളുകൾ, ഇന്ന് നമ്മൾ എന്തായാലും ലൈവ് സെഷൻ വെക്കുന്നുണ്ട് ഈവനിങ്ങിൽ. അപ്പൊ എന്താണ് നിങ്ങൾ ഇനി നിങ്ങൾ സ്റ്റക്ക് ആയി നിൽക്കുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കുന്നത്, ആ പ്രോബ്ലം ജസ്റ്റ് എന്നിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കാണാം. ഓക്കെ, നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഗ്രോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അച്ചീവ്മെന്റ്സിൽ ഈ ഒരു ജസ്റ്റ് ഈ ഒരു വീക്കിൽ എത്രത്തോളം സർട്ടിഫിക്കറ്റ്സ് ആ വന്നത് അല്ലെ. വെൻഡേഴ്സിൻ്റെതായാലും നമ്മളെ കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിനായിട്ട്, വെൻഡേഴ്സിന്റെ പോട്ടെ, ഓക്കെ, വെൻഡേഴ്സ് ഓൾറെഡി ഇതിൽ തന്നെ ഇരുന്ന് ഒരു 4-5 വർഷമായിട്ട് ഇതിൽ കിടന്ന് കളിക്കുന്ന ആളുകളാണ്. പക്ഷെ നമുക്ക് അതിലല്ല, വെൻഡേഴ്സിന്റെ റിസൾട്ട് അല്ല, ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻസ്, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു പേയ്മെന്റ് കൊടുത്ത് നമ്മളെ കൂടെ വർക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ റിസൾട്ട് കാണുമ്പോൾ, ഇത്രയും റിസൾട്ട് കാണുമ്പോൾ ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ മെന്റർ, അതിൽ നല്ലൊരു പ്രൗഡ് മൊമെന്റ് നമുക്ക് വേറെ കിട്ടാനില്ല. ഓക്കെ, ഇത്രയും സർട്ടിഫിക്കറ്റ്, ഓക്കെ, ഇന്നലെ സിംഗിൾ ടൈല് 10 സർട്ടിഫിക്കറ്റ് ആണ്, ഫണ്ട് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ ബോത്ത് ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ്. ഓക്കെ, ഒരു എബോ 500 അക്കൗണ്ട്സ് എന്ത് തന്നെയാണ്, ലൈവ് അക്കൗണ്ടിലോട്ട് മാറിയതാണ്, സെക്കൻഡ് ഫേസ് പാസ്സായതാണ്. ഇനിയും ഒരുപാട് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ എടുക്കാനുണ്ട്. ഓക്കെ, ഇത് സ്ക്രോൾ ചെയ്താൽ തീരുന്നില്ല, അത്രത്തോളം റിസൾട്ട് ആണ്. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഇതേപോലെ, നിങ്ങൾ അതേപോലെ സെയിം മൈൻഡ് സെറ്റിൽ അല്ലെ, വിഡ്രോവൽസ് $1,600 വിഡ്രോവൽസ്, ഇത്രയും നല്ല രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കും പറ്റും. നമ്മള് കുറച്ച് കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ഇനി ഈ വീഡിയോ കാണുന്ന ട്രേഡിംഗ് പഠിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാത്ത ആളുകൾ, അത് അവർക്കൊരു വലിയ നഷ്ടമാണ്. ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇത്രയും ടോപ്പ് ലെവൽ മെന്റേഴ്സ്, ഇപ്പൊ നമ്മളെ നൗഫൽ സാർ, മഹേഷ് സാർ, നമ്മുടെ സീനിയർ മെന്റേഴ്സ് ആണ്. അവർക്ക് ഇതന്നെ പണി, എങ്ങനെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാം, അത് ആസ് എ റിസർച്ച് ആയിട്ട്, അത് റിസർച്ച് ടീം ആയിട്ട് അവർ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നല്ല നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, അവർക്ക് വേണ്ട സപ്പോർട്ട് കാര്യം കൊടുത്തിട്ട് കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് നമ്മൾ അവരെ കൊടുത്തതാണ്, ഹാൻഡ് ഓവർ ചെയ്താണ്. അത് അവർ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പൊ സപ്പോർട്ട് കിട്ടാത്തതിന്റെ പേരിൽ ആർക്കും എന്ത് ചെയ്യേണ്ടി വരില്ല, ഇവിടെ ട്രേഡിംഗിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടി
വരില്ല. നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവര് നമ്മളായിട്ട് എപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് വരുന്നതാണ്. ഇവിടെ ഇടയ്ക്ക് ഓഫീസിൽ വിസിറ്റ് ചെയ്യാൻ വരും, നമ്മളെ ഇടയ്ക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യും. അങ്ങനെ നമ്മളായിട്ട് ഒരു ടച്ച് ക്രിയേറ്റ് ചെയ്ത് അത്ര ആക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇത്ര റിസൾട്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ആക്റ്റീവ് ആവുക, നിങ്ങളെ ഭാഗം നിങ്ങൾ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്നാൽ ഈ റിസൾട്ട് ഒക്കെ നമുക്ക് സിമ്പിൾ ആക്കി അച്ചീവ് ചെയ്യാം. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതാ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമ്മൾ ആ $10,000 എന്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി എത്താം, സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. കാരണം ഓൾറെഡി ഞാൻ പറയുന്നുണ്ട്, ഈ വീക്കിലൊക്കെ ഞാൻ പറഞ്ഞു തന്ന ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 10%, ഓക്കെ, ഡെഫിനറ്റ്ലി മോർ ദാൻ 10% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് GBP യിലും യൂറോയിലും പ്രോപ്പർ എൻട്രി സെറ്റപ്സുകൾ വന്നിട്ടില്ല. മാർക്കറ്റ് കുറച്ച് സ്ട്രക്ചർ ഇല്ലാത്ത മൂവ്മെന്റ്സ് ആണ്. പക്ഷെ ഗോൾഡിൽ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 5% ഒക്കെ എന്തായാലും കിട്ടും. ഓക്കെ, ഒരു 1:3 കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഒരു 1:6 6%ഓളം അപ്പാവും അല്ലെ. ഇന്നലത്തെ ട്രേഡ് ഒക്കെ നല്ല റിവാർഡ് ഉള്ള ട്രേഡ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്താണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ട്രേഡ് ആരൊക്കെ എടുത്തു എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ആരൊക്കെ ഇത് മിസ് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, മിസ്ഡ് എന്നുള്ളത് പറയാം. ഓക്കെ, മിസ്സായവർക്ക് അത് തീരാ നഷ്ടം തന്നെയാണ്. ഓക്കെ, സിംഗിൾ ട്രേഡുമ്പോഴാണ് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ഇങ്ങനത്തെ ട്രേഡ്സ് റയർ ആണ്. നല്ല കോൺഫിഡന്റ് ട്രേഡ്സ് ആണ് അതൊക്കെ. നമ്മൾ അത്ര വലിയ റിവാർഡിലോട്ട് കോൺഫിഡന്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിന്നതാണ്. ഞാനൊക്കെ ആ ഒരു അക്കൗണ്ട് പാസ്സാക്കാനുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തു, അറൌണ്ട് 12% വെച്ചിട്ട് എന്ത് ചെയ്തു, 2% ഒക്കെ ലോസിലുള്ള അക്കൗണ്ട് ഒക്കെ ആയിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് സിംഗിൾ ട്രേഡ് കൊണ്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് കയറി വന്നു. അപ്പൊ ഇനിയും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതേപോലെ ആക്റ്റീവ്ലി എന്ത് ചെയ്യാം, നമ്മൾ കൂടെ നിൽക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, അത് ക്ലിയർലി കിട്ടി. ദെൻ നമ്മൾ ഇവിടുന്ന് സെല്ലും നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ട്രെൻഡ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ല് റെസ്പെക്ട് എന്ന് പറഞ്ഞത് ക്ലിയർലി എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഒരു ഏരിയയിൽ തന്നെ സെല്ല് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കൗണ്ടർ എൻട്രി ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു, ട്രെൻഡ് തിരിഞ്ഞു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. അപ്പൊ കൗണ്ടർ എൻട്രീസ് ആണ്. സോ നമ്മൾ വലിയ റിവാർഡിലോട്ട് പോകില്ല. ഒരു 1:3 തന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സിറ്റ് ആയി. ഇവിടുന്ന് കിട്ടി, ഡയറക്റ്റ് എൻട്രി ചെയ്തിട്ടാണെങ്കിൽ ഇവിടുന്ന് കിട്ടി. ദെൻ കൺഫർമേഷൻ എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 മിനിറ്റിലൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി 1 മിനിറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ആയി. 1 മിനിറ്റ് ചേഞ്ച് ആയി, മാർക്കറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തു, മേലോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്തു, ഈ പോയിന്റ് നിർത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഒരു 1:3. അപ്പൊ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാലും ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാലും പ്രോപ്പർ എൻട്രി മോഡൽസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊക്കെ ഏർലി മോർണിംഗ് ആണ്, കൂടുതൽ നിങ്ങൾ എടുക്കാനുള്ള ചാൻസസ് ഇല്ല. കാരണം കണ്ടല്ലോ, 4:30 എന്ത് ചെയ്യുന്നത്, ഏർലി മോർണിംഗ് 4:30 മാർക്കറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മിസ്സാക്കി. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇന്നലെ പ്ലാൻ ചെയ്ത ട്രേഡ്സ് ആണ്. സോ നമ്മുടെ പ്ലാനിങ് വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളതാണ്, നമ്മൾ എടുത്തോ എടുത്തില്ല എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു പറയുന്ന ഏരിയാസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു 1 മന്ത് ആയിട്ട് നമ്മൾ ലൈവിൽ തന്നെ കയറി ഇരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അറിയാം നമ്മളെ അനാലിസിസും കാര്യങ്ങളൊക്കെ എത്രത്തോളം നേക്കാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഫ്ലോന്റെ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഓൾറെഡി 4 അവർ പുൾ ബാക്കിലാണ്, സോറി എക്സ്പാൻഷനിലാണ്, 15 മിനിറ്റ് അപ്പിലാണ്. നമ്മൾ നോക്കുന്നത് ഏത് ഡയറക്ഷനിലേക്ക് തന്നെയാണ്, അപ് സൈഡ് കാണും. ഇവിടെയുള്ള ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക, ഇതാണ് ഇതിന്റെ ഒരു സ്വിംഗ് ലോ ആയിട്ട് വരിക. ദെൻ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ ആണ് പ്രോപ്പർ ഏരിയ ഉള്ളത്. പക്ഷെ ഇത് എന്താണ്, പ്രീമിയം ഏരിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ഒഴിവാക്കുന്നതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത്. കാരണം ഇതൊരു പ്രീമിയം ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു എന്താ പറയാ, കുറച്ച് റിസ്കി ആണ്. അപ്പൊ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോ റിസ്ക് എൻട്രി മാത്രം എന്ത് ചെയ്യാം, ഇവിടുന്ന് 1 മിനിറ്റിലും കൂടെ ചേഞ്ച് കിട്ടി കഴിഞ്ഞാൽ മാത്രം ഇവിടുന്ന് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കി പോവാം. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിലുള്ള ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം. ഇതിനൊന്ന് റിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. കാരണം ഡിസ്കൗണ്ടിലോട്ട് എത്തണം മാർക്കറ്റ്. മേ ബി ഇതൊക്കെ ലിക്വിഡിറ്റി ആക്കി എടുത്ത് ഡിസ്കൗണ്ട് നിന്നായിരിക്കും ഇത് എന്ത് ചെയ്യുക, കയറി പോകുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് കൺഫർമേഷൻ എൻട്രി നോക്കുക, അതായത് ലോ റിസ്ക് എൻട്രി. 1 മിനിറ്റിൽ കൂടെ ചേഞ്ച് കിട്ടി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കുക. 1 മിനിറ്റിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈ നോക്കാം. ഓക്കെ, കൺഫർമേഷൻ നോക്കിയിട്ട് കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് താഴത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് മാർക്കറ്റ് പോകും. ഏഷ്യ റേഞ്ച് ഒക്കെ കിടക്കുന്ന എന്തിലാണ്, ഏഷ്യ റേഞ്ച് ഒക്കെ ഇവിടെ കിടക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് അല്ലെ. ഡയറക്റ്റ് എൻട്രി നോക്കുമ്പോൾ ഇത് പ്രിസൈസ് ചെയ്ത് വലിയ ഏരിയാസ് ആണ്, പ്രിസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഗോൾഡിൽ നമ്മളെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ലോ റിസ്ക് എൻട്രി, ദെൻ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസൈസ് ചെയ്തിട്ട് ഡയറക്റ്റ് എൻട്രീസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ GBP യൂറോ ഈ ഒരു വീക്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് അല്ല നമുക്ക് തന്നിട്ടുള്ള, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു ഇവിടുന്ന് ഒരു സെല്ലായിരുന്നു, പക്ഷെ അതൊന്നും മാർക്കറ്റ് എത്തുന്നില്ല. അതിങ്ങനെ ഒരു വൃത്തിയില്ലാത്ത സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു സ്ട്രക്ചർ എന്നുള്ള ലെവലിലൊന്നും മൂവ്മെന്റ് ഇല്ല. മാർക്കറ്റ് ഇങ്ങനെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് തന്നു, ഇവിടെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പോഴത്തെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു
ഏരിയാസ് ആണ്. ഓക്കെ, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു വൃത്തിയില്ലാത്ത ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടുത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യുക, മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെ. പിന്നെ ഇവിടെ നോക്കാനുള്ള കാര്യം, മാർക്കറ്റ് ഓൾറെഡി ഫോർവേഡിലൊക്കെ നല്ല അപ്സൈഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്സൈഡ് ഡയറക്ഷൻ ആവുന്നതിൽ കൊണ്ട് തന്നെ ഈ സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് പ്രീമിയത്തിന്റെ ഡിസ്കൗണ്ടിന്റെ എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എന്തായാലും നമുക്ക് ഒരു എക്സ്പാൻഷനിലോട്ട് എന്ത് ചെയ്യാം, പ്രിഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഇനി ഒരു സെല്ല് നോക്കാണ്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാം, GBP നോക്കാം. ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, 50 മിനിറ്റും കൂടെ അതിലോട്ട് അലൈൻ ആവണം. വിച്ച് മീൻസ് 50 മിനിറ്റ് ഈ ഒരു ലോൺ എന്ത് ചെയ്യണം, ഈ ഒരു ലോവർ ലോന്റെ ലോവർ ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയൻ എന്ത് ചെയ്യണം, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് 50 മിനിറ്റ്സ് കൂടെ അപ് ട്രെൻഡിലോട്ട് അലൈൻ ആയി. സോ പിന്നെ നമുക്ക് അതിന്റെ ബൈ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകാം, കാരണം ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴത്തോട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് നേരെ എന്ത് ചെയ്യാം, ഈ എക്സ്ട്രീമിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ GBP ഇപ്പൊ കറന്റ് ഞാൻ കാണുന്നത്. സെല്ലൊന്നും ഞാൻ നോക്കുന്നില്ല, മൂവ്മെന്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ആണ് GBP ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ യൂറോ USD. ഓക്കെ, യൂറോ USD നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തത് ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊക്കെ ഇറങ്ങാൻ എന്നുള്ളതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അങ്ങോട്ടും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതൊക്കെ GBP യൂറോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്ലോയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, താഴത്തോട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു, ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു, ദെൻ ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു, ദെൻ ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു അല്ലെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ആണ്. ഓക്കെ, ഇത് നമ്മൾ GBP കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ അത്ര നല്ല സ്ട്രോങ് ഏരിയാസ് അല്ല അല്ലെ. ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ മേലെ ഇത്രയും ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ 4 ഹവറിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഹവർ ഓൾറെഡി എന്ത് ചെയ്തു, പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അവിടെ അല്ലെ. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി എന്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഒരു പുൾ ബാക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. 4 ഹവറിന്റെ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി 50 മിനിറ്റിലോട്ട് എന്തായിരിക്കും, മെയിൻ സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. അപ്പൊ 4 ഹവറിന്റെ പുൾ ബാക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങുക. അപ്പൊ അതിന്റെ ബേസിൽ 50 മിനിറ്റും ഇവിടെ നമ്മൾ GBP പ്ലാൻ ചെയ്ത പോലെ തന്നെ 50 മിനിറ്റ് എന്ത് ചെയ്യണം, ബൈയിലോട്ട് അലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ബൈ സൈഡ് പിടിച്ചു പോകാൻ. ഇവിടെ 3 ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് മേലോട്ട് പോകും. അപ്പൊ ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. യൂറോ USDയിലും GBP USDയിലും ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യുക. 50 മിനിറ്റും കൂടെ അപ് ട്രെൻഡിലോട്ട് അലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ പിടിച്ചിട്ട് പോവാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മളെ 3 പ്ലാൻസ്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്, മാർക്കറ്റിന്റെ ബിഹേവിയർ വോളിയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ വാർ നടക്കുന്നുണ്ട്, ട്രംപിന്റെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ട്രേഡ് നോക്കുക. മാർക്കറ്റിലോട്ട് വരുന്നതിന്റെ മുന്നേ ഇവന്റ്സുകൾ നോക്കുക, ഫോറക്സ് ഫാക്ടർ ചെക്ക് ചെയ്യുക, ന്യൂസസിന്റെ ടൈമുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇന്ന് 7 മണിക്ക് നമ്മൾ ലൈവ് ആയിട്ടുള്ള സെക്ഷൻസ്, ഒരു റിവിഷൻ ടെസ്റ്റ് സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നല്ല റിസൾട്ട് ആണ്, അടിപൊളിയാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ഈവൻ മെന്റേഴ്സിന്റെ റിസൾട്ടിലേക്കാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ ക്ലയൻസിന്റെ റിസൾട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ബ്രദേഴ്സിന്റെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ റിസൾട്ട് കാണുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഹാപ്പി ആവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൺഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.